അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയുന്ന വിഷയം ചാരിറ്റിയെക്കുറിച്ചാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ചാരിറ്റി ഗോൾ ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ച്. മദർ തെരേസ പറഞ്ഞ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. എത്ര കൊടുക്കുന്നു എന്നതിലല്ല കാര്യം, എത്രമാത്രം സ്നേഹത്തോടെ നാം കൊടുക്കുന്നു എന്നതിലാണ് കാര്യം. സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് സഹായിക്കുന്ന പല പാഠങ്ങളും നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ലൈഫിൽ ഒരു ചാരിറ്റി ഗോൾ നമുക്കുണ്ടോ? ചിലർ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടാകില്ല. ചിലരായിട്ട് ചില ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ അതിനു വേണ്ടി കൃത്യമായ ഗോളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. ഇന്ന് നാം ഇവിടെ പറയുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. ഒരു ചാരിറ്റി ഗോൾ തീരുമാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് എങ്ങനെ ചെയ്യണമെന്നതുമാണ്. സമ്പത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ വെളിച്ചം പകരാൻ ചാരിറ്റിക്ക് കഴിയും. ജീവിതത്തിൽ നാം സമ്പാദിച്ച സമ്പത്തും സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്ന സമ്പത്തും ശുദ്ധീകരണപ്പെടണമെങ്കിൽ, ആ സമ്പത്ത് നന്മ നിറഞ്ഞതാകണമെങ്കിൽ, അത് എന്നേക്കും നിലനിൽക്കണമെങ്കിൽ, അത് നമുക്ക് അവകാശപ്പെട്ടതാകണമെങ്കിൽ നിർബന്ധമായും ചാരിറ്റി ഗോൾ ഉണ്ടായിരിക്കണം. യഥാർത്ഥത്തിൽ ചാരിറ്റിയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് പ്രപഞ്ച സ്രഷ്ടാവിനോട് നന്ദി കാണിക്കുക കൂടിയാണ്. ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകണമെങ്കിൽ നന്ദിയുടെ മനോഭാവം, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണമെന്ന് നാം നേരത്തെ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ സമ്പത്തിൻ്റെ ചെറിയൊരു ഭാഗം ദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഉള്ളിൽ നിന്നുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ ഒരു അനുഭവം കൂടിയാണ്. ഒരുപക്ഷെ മറ്റൊന്നിൽ നിന്ന് ലഭിക്കാത്തൊരു വികാരം കൂടിയാണത്. എത്രത്തോളം നാം ദാനം ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ സമ്പത്തും വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നതും മറ്റൊരു വശമാണ്. എന്നാൽ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ചാരിറ്റി ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഞാൻ എത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കുന്നുവോ ഞാൻ അത്രത്തോളം വിജയിക്കുന്നു. എന്നാൽ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നതിലാണ് എൻ്റെ വിജയം അളക്കപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ചാരിറ്റി ചെയ്യേണ്ടത്? ചാരിറ്റി ചെയ്യുമ്പോൾ നാം തീർച്ചയായും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ബുദ്ധിപരമായ പണവും സമയവും ചെലവഴിക്കുക എന്നതാണ്. അത് കഴിയുന്നതും ദീർഘവീക്ഷണത്തോടെ ആയിരിക്കണം നാം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പണം കൊടുത്താൽ തീരുന്നതല്ല അവൻ്റെ പ്രശ്നം. ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സംരംഭകനെ പോലെയാണ്. അതായത് പാവപ്പെട്ട ഒരാൾക്ക് പണം കൊടുക്കുന്നതിൽ മൂല്യവത്തായ ഒരു കാര്യമാണ് അയാൾക്കൊരു ജീവിത മാർഗം കണ്ടെത്തി കൊടുക്കുക എന്നത്. എങ്കിൽ അഭിമാനത്തോടെ വരുമാനം നേടാൻ അവർക്ക് സാധിക്കും. പണമായിട്ട് ആർക്കും കൊടുക്കരുത് എന്നല്ല ഇതിനർത്ഥം. തീർച്ചയായും അവരുടെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് പണം നൽകാം. അതോടൊപ്പം തന്നെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കൂടി കാണിച്ചു കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ചാരിറ്റി പ്രവർത്തനം. അതൊരു വലിയ പുണ്യ പ്രവൃത്തിയാണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, പാവപ്പെട്ട ഒരു വ്യക്തിയെ പണം കൊടുത്ത് സഹായിക്കുമ്പോൾ ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നാം സഹായിക്കുന്നു. എന്നാൽ എല്ലാ ദിവസവും ഇങ്ങനെ സഹായിക്കാൻ നമുക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് അന്തസ്സോടെ അധ്വാനിച്ച് കുടുംബം പുലർത്തുന്നതിന് വേണ്ടി അവർക്കൊരു ജീവിത മാർഗം കാണിച്ചു കൊടുക്കുക, അതിനുള്ളൊരു വഴികാട്ടിയെ നാം മാറുമ്പോഴാണ് നമ്മുടെ ചാരിറ്റി ഒരു പുണ്യപ്രവൃത്തിയായി മാറുന്നത്. സമൂഹത്തിൻ്റെ നന്മയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കുമാണ് നാം ഗോളുകൾ തീരുമാനിക്കേണ്ടത്. അതായത് ഇതിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എത്രയാണെന്ന് നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ല. ഇത്ര കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ, അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്ന് ആലോചിക്കേണ്ടതില്ല. പല മില്യൺ സംരംഭകരും അതിസമ്പന്നർക്കും അവരുടേതായ ചാരിറ്റി പ്രൊജക്റ്റുകളുണ്ട്. അവർ നേതൃത്വം കൊടുക്കുന്ന ചാരിറ്റി പ്രൊജക്റ്റ് അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കും. അതുപോലെ നമുക്ക് ഒരു ചാരിറ്റി ഗോൾ തിരഞ്ഞെടുക്കാം. ഒരു വൃദ്ധസദനത്തിൽ ഒരു നേരത്തെ ഭക്ഷണം എല്ലാ മാസവും കൊടുക്കാൻ തീരുമാനിക്കുക. ഒരു അനാഥാലയത്തിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കുക. തുടങ്ങിയ ഏത് ഗോളും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. തീർച്ചയായും കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഇരട്ടിയായി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. അതാണ് ചാരിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പുണ്യം. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമുക്കൊരു ആത്മസംതൃപ്തിയും ഒരു സന്തോഷവും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രത്യേക ഫീലിംഗ് ആണ്. ഇനി ചാരിറ്റി ഏത് വിധത്തിലൊക്കെ ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായി പറയാം. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.